തെരഞ്ഞെടുപ്പ് കാലത്ത് കണ്ണൂരിലെ പാനൂരിലുണ്ടായ ബോംബ് സ്ഫോടനം കോഴിക്കോട് ജില്ലയിലെ വടകര മണ്ഡലത്തിൽ രാഷ്ട്രീയ ആയുധമാക്കി മാറ്റുകയാണ് UDF. പാനൂർ കണ്ണൂരിലാണെങ്കിലും വടകര മണ്ഡലത്തിന്റെ ഭാഗമാണ്. ബോംബ് നിർമ്മാണത്തിനിടെയുണ്ടായ സ്ഫോടനത്തിൽ പരിക്കേറ്റ ഒരാൾ മരിക്കുകയും രണ്ടാമത്തെയാളുടെ നില ഗുരുതരവുമാണ്. അപകടത്തിനിരയായവർ CPM പ്രവർത്തകരാണെന്നത് UDF മുഖ്യ പ്രചാരണ വിഷയമാക്കുകയാണ് ഇപ്പോൾ. തെരഞ്ഞെടുപ്പ് കാലത്ത് കലാപമുണ്ടാക്കാൻ വേണ്ടിയാണ് ബോംബ് നിർമ്മാണത്തിൽ ഏർപ്പെട്ടതെന്ന് യൂത്ത് കോൺഗ്രസ് നേതാവ് രാഹുൽ മാങ്കൂട്ടത്തിൽ ആരോപിച്ചു. പരാജയ ഭീതി മൂലം അക്രമം അഴിച്ചുവിടാനാണോ CPM ഉദ്ദേശിക്കുന്നതെന്ന് ഫേസ്ബുക്ക് പോസ്റ്റിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ചോദിക്കുന്നു. നിർമ്മാണത്തിനിടെ പൊട്ടിയതുകൊണ്ടാണ് CPM പ്രവർത്തകർക്ക് പരിക്കുപറ്റിയത്, അല്ലെങ്കിൽ ഏതോ കോൺഗ്രസ് പ്രവർത്തകൻ കൊല്ലപ്പെടുമായിരുന്നു. CPIM സ്ഥാനാർത്ഥി ശ്രീമതി KK ശൈലജ നാടിനും നാട്ടുകാർക്കും പ്രിയപ്പെട്ടവൻ എന്ന് ക്ലീൻ ചീറ്റ് കൊടുത്ത TP ചന്ദ്രശേഖരൻ കൊലക്കേസ് പ്രതി CPM നേതാവ് കുഞ്ഞനന്ദന്റെ നാട്ടിലാണ് സംഭവം. പരാജയ ഭീതി മൂലം അക്രമം അഴിച്ചുവിടാനാണോ ഉദ്ദേശമെന്ന് CPM സ്ഥാനാർത്ഥി KK ശൈലജയാണ് പറയേണ്ടത്. നാട്ടിൽ കലാപം അഴിച്ചുവിട്ടാൽ ജയിക്കാൻ കഴിയുമെന്നാണോ CPMുകാർ കരുതുന്നത്? ജനങ്ങളോട് കരുതൽ വേണം. CPM ആയുധം താഴെ വെച്ച് ജനകീയ കോടതിയെ നേരിടണമെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ ഫേസ്ബുക്ക് കുറിപ്പിൽ പറഞ്ഞു. TP ചന്ദ്രശേഖരന്റെ ഓർമ്മകൾ മായാതെ കിടക്കുന്ന വടകരയിലാണ് സംസ്ഥാനത്തെ ഏറ്റവും വാശിയേറിയ പോരാട്ടം നടക്കുന്നത്. MLAമാരായ KK ശൈലജയും ഷാഫി പറമ്പിലും തമ്മിലുള്ള മത്സരം രണ്ടു കൂട്ടർക്കും അഭിമാന പോരാട്ടമാണ്. CPMനെ നിലം തുടിക്കില്ലെന്ന് ശപഥം ചെയ്ത് TPയുടെ RMP പ്രവർത്തകർ കച്ചകെട്ടി രംഗത്തുണ്ട്. ഷാഫി പറമ്പിൽ മണ്ഡലത്തിലുടനീളം TP വികാരം ആളിക്കത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ വടകര മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന പാനൂരിൽ ബോംബ് നിർമ്മാണം രഹസ്യമായി നടക്കുന്നുവെന്ന വിവരം സ്ഫോടന വാർത്തയിലൂടെ പുറത്തുവരുന്നത് ഞെട്ടിക്കുന്നതാണ്. പാനൂർ ബോംബ് സ്ഫോടനം CPMന്റെ അക്രമ രാഷ്ട്രീയത്തിന്റെ തെളിവായി കോൺഗ്രസ് ഉയർത്തി കാണിക്കുന്നു. TP ചന്ദ്രശേഖരനെ വെട്ടിക്കുന്ന വടകരയുടെ മണ്ണിൽ CPMന്റെ അക്രമ രാഷ്ട്രീയം അവസാനിച്ചിട്ടില്ലെന്ന് ഷാഫി പറമ്പിലിന് വരും ദിവസങ്ങളിൽ മണ്ഡലത്തിലുടനീളം പ്രസംഗിക്കാം. ബോംബ് സ്ഫോടനം നടന്ന പ്രദേശത്ത് പോലീസ് വ്യാപകമായ റെയ്ഡ് നടത്തിവരികയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ ബാക്കി നിൽക്കെ ക്രമസമാധാന പ്രശ്നങ്ങൾക്ക് കാരണമാകുന്ന ബൂത്തുകളുടെ വിവരങ്ങൾ സ്പെഷ്യൽ ബ്രാഞ്ച് ശേഖരിച്ചു വരികയാണ്. വോട്ടർമാർക്ക് ഭയരഹിതമായി വോട്ട് ചെയ്യാനുള്ള സാഹചര്യമൊരുക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ശക്തമായ നിർദ്ദേശമുണ്ട്. LDF സ്ഥാനാർത്ഥി KK ശൈലജയെ അപകീർത്തിപ്പെടുത്തും വിധം ഫോട്ടോയും വീഡിയോയും ക്രിയേറ്റ് ചെയ്തെന്ന് ചൂണ്ടിക്കാട്ടി UDF സ്ഥാനാർത്ഥിക്കും പ്രവർത്തകർക്കുമെതിരെ പോലീസിൽ പരാതിയുണ്ട്. സ്ഥാനാർത്ഥികൾ തമ്മിൽ തന്നെ പോര് മൂർച്ഛിക്കുന്ന സാഹചര്യത്തിൽ വടകര മണ്ഡലം സംസ്ഥാനത്തെ ഏറ്റവും പ്രശ്നസാധ്യതയുള്ള ഇടമായി മാറിയിരുന്നു. ഷാഫി പറമ്പിലിനെ വെല്ലുവിളിച്ച് CPM പ്രവർത്തകർ എതിരെ നിന്ന് മുദ്രാവാക്യം വിളിച്ച വീഡിയോയെല്ലാം പുറത്തുവന്നിരുന്നു. പാനൂരിലെ ബോംബ് സ്ഫോടനത്തോടെ വടകരയിൽ പോലീസ് കനത്ത ജാഗ്രതയിലാണ്.